ഹലോ, ഇതിപ്പോൾ എടുത്ത വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മൾ കസിൻസിനെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയിട്ടുണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഉച്ചയ്ക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കസിൻസിനെല്ലാവരും കണ്ട സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉത്സവത്തിലെ വരവുകൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്തുള്ളൊരു സെൻറ്ററിൽ എല്ലാ വരവും ആദ്യം വരും. അപ്പോൾ അവിടേക്ക് വേണ്ടി നടക്കുകയാണ്. ഈ പോകുന്ന എല്ലാം എൻ്റെ കസിൻസാട്ടോ. ഇതിൻ്റെ ഇടയിൽ കൊട്ടും പാട്ടിൻ്റെയൊക്കെ ഒച്ച കേട്ടപ്പോൾ നമ്മുടെ നക്ഷമോൻ കിടന്ന് നല്ല തുള്ളലാണ്. ഭയങ്കര സ്റ്റെപ്പ് ഇടലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സ്റ്റെപ്പ് ഇട്ടപ്പോൾ അവൻ്റെ ഷൂമത്തെ ലൈറ്റ് എത്തി. അത് കണ്ടപ്പോൾ അവൻ ആകെ വന്നിട്ട് ഷോക്കായി. ഇതെന്തപ്പോൾ ഇത് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് വന്നത് താലാണ് കേട്ടോ. താലക്കാരൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ താളത്തിനൊക്കെ ഡ്രസ് കോഡായിരിക്കുന്നു. എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവൾക്ക് പ്രത്യേകം വീഡിയോയിൽ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാളവരവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ തിറ ഭൂതമൊക്കെയാണ് വന്നത്. ഈ തിറ ഭൂതം അതുപോലെ തന്നെ ഇവർ കൊട്ട് അതുപോലെ കരിങ്കാലി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ കൊട്ടൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊന്ന് തുള്ളാനൊക്കെ തോന്നും. ഇതാ ഇച്ചാപ്പിയുടെ അച്ഛനും ഇവിടെ ചെറുതായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്ത് വരുന്ന കരിങ്കാളിയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരവിൽ. വേഷങ്ങൾ കെട്ടിയിട്ട് കരിങ്കാലിയുടെ ഒപ്പം ഒരു ചെറിയ കുട്ടി കരിങ്കാലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കുട്ടി ഇതാ ഈ ഒരു വേഷവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ഈ കരിങ്കാലിയുടെ കൊട്ടും അവരുടെ കാലുമ്മലും അരയിലൊക്കെ കിടക്കുന്ന മണിയുടെ കിൽക്കൊക്കെ കൂടി കേൾക്കാൻ നല്ല രസമാണല്ലേ. അടുത്തതാ വീണ്ടും ഒരു തറവരവ് തന്നെയായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് വരവുണ്ടായിരുന്നു. ഞാൻ അധികം വരവിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തു വെച്ചിട്ടില്ല. എൻ്റെ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ കൂടിയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നു എന്നുള്ളൂ. ഇവരുടെ നല്ല രസത്തിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വന്നത് സ്ത്രീകളുടെ കമ്മിറ്റി, നമ്മുടെ ലേഡീസിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് അത്ര അവിടെ, അവരുടെ വരവായിരുന്നു കേട്ടോ. ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പണ്ട് ഇങ്ങനെ തുള്ളാൻ കൊതിക്കാത്ത ആരാണുള്ളതല്ലേ. ഇപ്പോഴും നമുക്ക് ഈ ശിങ്കാരിമേളത്തിൻ്റെ കൊട്ടി കേട്ടാൽ ഒന്ന് കൂടെ തുള്ളാനൊക്കെ തോന്നും. അങ്ങനെ അതൊക്കെ കണ്ടു നിന്നപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയപ്പോൾ ഇത് നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ തെയ്യം. ഈ തെയ്യത്തിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ശരിക്കും കാണണമെങ്കിൽ അത് അവിടെ തന്നെ പോയി കാണണം. അവരെ എല്ലാ അമ്പലത്തിലും ഒരു തെയ്യത്തിൻ്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോഴത്തേനും പൂരപ്പം പറമ്പൊക്കെ ഇവിടെ ആകെ നിറഞ്ഞിരിക്കും. നിറച്ച ആളുകളായിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ അതാ ശിങ്കാരിമേളാണ് ഈ കാണുന്നത്. അവർക്കിപ്പോൾ കൊട്ട് മാത്രമല്ലല്ലോ, ഭയങ്കര സ്റ്റെപ്പും ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ഒരു സ്റ്റെപ്പ് ഇടലാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ വരവിൻ്റെ ഒപ്പം ഉള്ളതാണ് ഈ ഒരു സംഭവം. ഇതിങ്ങനെ പറപ്പിച്ച് വിടൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ എല്ലാവരുടെയും തലയിലും കണ്ണിലും മൂക്കിലൊക്കെ ഈ സംഭവം ഇത് കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.